മകളെ മിസ് ഇന്ത്യ ആക്കി അടങ്ങുന്നുള്ള വാശിയില്ല തന്തയും തള്ളേ. അതിനുവേണ്ടി എത്ര കാശ് എറിയാൻ അവർ തയ്യാറാ. ഇപ്പൊ മിസ് ഇന്ത്യ പട്ടം കാശിന് ചുളുവിന് കിട്ടുമെന്നാണെങ്കിൽ അതിനും തന്തപ്പെട്ട് തയ്യാറാ. ഇവിടെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഇവിടെ നിന്ന് വേണം അവളുടെ മനസ്സിലേക്ക് കയറി പറ്റാനുള്ള തന്ത്രങ്ങൾ നമുക്ക് മെനയാൻ. പിന്നെ മകളെ സ്നേഹിക്കുന്ന കാര്യത്തില് മേലിപ്ര ഇയാളുടെ മുമ്പിൽ ഒന്നുമല്ല. പെൺമക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്തമാരെ നിങ്ങൾക്ക് സ്തോത്രം. മേലിപ്രയുടെ സ്വത്ത് വിവരത്തിന്റെ കാര്യത്തില് എനിക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ല, എണ്ണിയാൽ ഒടുങ്ങില്ല. എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. നമ്മൾ ശരിക്കും ബുദ്ധി പ്രയോഗിച്ച് കളിച്ചാലുണ്ടല്ലോ, മേലിപ്രയുടെ കയ്യിൽ നിന്ന് കിട്ടിയ നക്കാപ്പിച്ചൊന്നുമല്ല, ഓർമ്മ വേണം. അതോടെ നമ്മൾ കോടീശ്വരന്മാര്. എന്താ നിന്റെ പ്ലാൻ? ക്രോസ് വേൾഡ് ക്രിയേറ്റീവ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫാഷൻ ഷോ ഹോട്ടൽ ഷെറാട്ടണിൽ നടക്കുന്നുണ്ട്. ആ ഷോയിൽ നമ്മുടെ ഈ മിസ്സിന്റെ കൊച്ചും പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കൊത്തി നോക്കാം. നീയും ആ റാമ്പിൽ അവളോടൊപ്പം ചൂട് വയ്ക്കും. തയ്യാറായിക്കോ? ഇതെങ്ങനെ നീ സംഘടിപ്പിച്ചു? പണം അത് കൊടുത്താൽ സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? Hi, Shali. Hi. Please excuse me. Hello, sir. Hello. Sir, I am Neeraj Menon. Sir, നാട്ടിൽ പത്തനംതിട്ടയിലല്ലേ? Sir, ഞാൻ അവിടുന്ന്. Sir, this is Freddy Lopez. Hello. He's a fashion photographer. And this is Ajay Ghosh. Hello. Sir, കണ്ടു കാണല്ലോ റാമ്പ്. പിന്നെ my boy, you are fantastic on the ramp. Thank you, sir. Okay. Who is your fitness trainer? ഫിറ്റ്നസ് ട്രെയിനർ. സാർ അതൊരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയാണ്. എന്താടേ? ഗില്ലസ് റൂമില്ല. വേണമെങ്കിൽ സാറിന്റെ മോൾക്ക് വേണ്ടി നമുക്ക് അവരെ ഏർപ്പാടാക്കാം. പേരെന്താ പറഞ്ഞേ? ശിഖ ദാമോദർ. വൗ, നോക്കിക്കോ, നാളെ ഈ അച്ഛനും അമ്മയും പത്രത്താളുകളിലും ടോക്ക് ഷോകളിലും നിറഞ്ഞു നിൽക്കും. No. അതിനെ ദേ ഇവള് കൂടി വിചാരിക്കണം. സർ, മാക്ലറിന്റെ പുതിയ കൺവെർട്ടബിൾ AC ലോഞ്ച് ചെയ്യുന്നതിന്റെ മുഴുവൻ ക്യാമ്പയിനും ചെയ്യുന്നത് ഈ നീരജാണ്. millions of dollars pumping in. യെസ് മിസ്റ്റർ ദാമോദർ, ന്യൂലി വെഡഡ് കപ്പിൾസിനെ വെച്ച് ഒരു ബിഗ് ആഡ്. മക്ലോറിന്റെ CEO പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇറ്റ് മസ്റ്റ് റോക്ക് ദ കോണ്ടിനെന്റ്. പിന്നെ ഇത്രയും വലിയ കമ്പനിയുടെ more than 85 lakhs വില വരുന്ന ഒരു ഹൈ എൻഡ് കാറിന്റെ ഫേസ് ആവെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മോഡലിനെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യമല്ലെന്ന് അറിയാലോ. സർ, വൺ സെക്കൻഡ്. Okay. നീരജ് മേനോനെ പോലെ ഒരു ഇന്റർനാഷണൽ ഫാഷൻ കോർഡിനേറ്റർ ഈ ഫാഷൻ വീക്കിൽ പങ്കെടുത്തത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ്. നമ്മുടെ പിള്ളേർക്ക് ഈ കരിയർ ബിൽഡ് ചെയ്യാനൊന്നും അറിയില്ല. അതിനൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയ അച്ഛനമ്മമാരെ കണ്ടുപിടിക്കണം. ഇപ്പൊ കിട്ടിയ പിടിയുണ്ടല്ലോ, വിടരുത്. നീരജ്, നമുക്ക് ഫോട്ടോഷൂട്ട് വേഗം നടത്തണം. വി ഷുഡ് ഫിനിഷ് ഇറ്റ് ഏർലി. ഇന്ന് 14th അല്ലേ? 20th is comfortable for you? No problem. Okay. ഹലോ നാൻസി, നീ എവിടെയാ? ഞാനിപ്പോ ചെന്നൈയിലുണ്ട്. എപ്പോ എത്തി? ഉച്ചയ്ക്ക്. പിന്നെ എന്താ ഇതുവരെ വിളിക്കാതിരുന്നത്? പറ്റിയില്ല, ഫുൾ ടൈം ആന്റി കൂടെ ഉണ്ടായിരുന്നു. നീ ഇപ്പൊ എവിടെ ഉള്ളത്? ആന്റിയുടെ ഫ്ലാറ്റിലാ. നാൻസി, പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. നാൻസി.
എനിക്ക് എന്നോട് ക്ഷമിക്കും പ്ലീസ്. എനിക്കറിയാം നിന്നെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്റെ മനസ്സറിയാം. അറിഞ്ഞുകൊണ്ട് നീ എന്നെ ചതിക്കില്ലെന്നറിയാം. ഇത് എന്താ ഇത്? നാൻസി, എനിക്കറിയില്ല, ഏതോ ഒരു നിമിഷത്തിൽ എനിക്കങ്ങനെ തോന്നി. എനിക്ക് ചുറ്റുമുള്ള മറ്റെല്ലാം ഞാൻ മറന്നു. നീയില്ലാത്ത ജീവിതം നഷ്ടപ്പെടുത്താനല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ തെറ്റിയത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ്, മരിച്ചാലും മാഞ്ഞു പോവാത്ത തെറ്റ്. ഇനിയും ഞാൻ നിന്നിൽ നിന്നും ഒട്ടും ഒളിച്ചിരിക്കാൻ പാടില്ല. ഞാൻ ആരാണെന്നും എന്താണെന്നും നീ അറിയണം. അതിനുശേഷം നിനക്കെന്റെ കാര്യത്തിൽ എന്തും തീരുമാനിക്കാം. അതെന്ത് തന്നെയായാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. നാൻസിക്കറിയോ, നാൻസിയുടെ പപ്പയെ പോലെ തന്നെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എൻ്റെ അച്ഛൻ. ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അച്ഛനുണ്ടായിരുന്നു. പക്ഷേ കൂടെ നിന്നവർ ചതിച്ചപ്പോൾ അച്ഛൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി തകർന്നുപോയി. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും അവരെൻ്റെ ഓർമ്മകളിലേ ഉള്ളൂ. ഒരുമിച്ച് ജീവൻ വെടിഞ്ഞപ്പോൾ എന്നെ ഒഴിവാക്കിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ തനിച്ചായതാ. ഒരുപാട് അലഞ്ഞു. പഠിക്കണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. പിന്നെ പണത്തിനോടായി ആവേശം. അച്ഛന് നഷ്ടപ്പെട്ടതല്ല, അച്ഛൻ ആഗ്രഹിച്ചതെല്ലാം വെട്ടിപ്പിടിക്കണമെന്ന മോഹം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ഞാൻ. ആ ഇടയ്ക്കാണ് ഞാൻ ടോമിയും നാരായണനെയും പരിചയപ്പെടുന്നത്. പണം, അത് തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ആവേശത്തിൽ പലതും മറന്നു. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ. അതിനിടയിൽ നാരായണന് തോന്നിയൊരു ഐഡിയ, വെറുമൊരു പരീക്ഷണം. പ്രണയം എന്ന കെണി. അതിന്റെ ആദ്യ ഇര നീയായിരുന്നു. നിന്നോടൊത്തുള്ള ഞങ്ങളുടെ ഓരോ ദിവസവും ഓരോ കെണികളായിരുന്നു. കള്ളത്തരത്തിലൂടെ നേടിയെടുത്തതാണെങ്കിലും നിന്റെ സ്നേഹം ആരുമില്ലാതെ എനിക്കൊരു ആശ്വാസമായിരുന്നു. സത്യത്തിൽ എൻ്റെ മനസ്സ് ഞാൻ അറിയാതെ തന്നെ നിന്നെ ഇഷ്ടപ്പെടുകയായിരുന്നു. ഞാനത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. I'm sorry, Nancy. I'm really sorry.